ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷാസ് ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു മില്ലറ്റ്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ധാരാളം ഫൈബറും പ്രോട്ടീൻസും വൈറ്റമിൻസും കാൽഷ്യവും അയണും സിങ്കും മഗ്നീഷ്യവും പൊട്ടാസ്യവും ഫോസ്ഫറസും ആൻറ്റി ഓക്സിഡൻസും അമിനോ ആസിഡ്സും ഒക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ മില്ലറ്റ്സ് ഒരു സൂപ്പർ ഫുഡ് തന്നെയാണ്. ഷുഗറും കൊളസ്ട്രോളും ബി.പിയും കൺട്രോളിലാവാനും അമിതവണ്ണമുള്ളവർക്ക് വെയിറ്റ് കുറയാനുമൊക്കെ മില്ലറ്റ്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. പലതരത്തിലുള്ള മില്ലറ്റ്സുകളും നമുക്കിന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിന്നിവിടെ ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് 3/4 കപ്പ് ചാമ റൈസ്, അതായത് ലിറ്റിൽ മില്ലറ്റാണ്. ഷുഗറുള്ളവർ അരിയും ഗോതമ്പൊക്കെ കഴിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് മില്ലറ്റ്സ് കഴിക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളക്കടലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് ചെറുപയറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചെറുപയറും കടലയൊക്കെ ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് കുതിർത്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിതിലേക്ക് കടലയും ചെറുപയറൊക്കെ എടുക്കുമ്പോൾ ഓവർനൈറ്റ് ഒന്ന് സോക്ക് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് സ്വീറ്റ് കോണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ നേരത്തെ തന്നെ ആവിയിലൊന്ന് വേവിച്ചെടുത്തതാണ്. ഈ കടലക്കും ചെറുപയറിനും കുറച്ച് വേവ് കൂടുതലായതുകൊണ്ട് നമുക്ക് ആദ്യം ഇത് രണ്ടും ഒന്ന് വേവിച്ചെടുക്കണം. അതുപോലെ ഈ ചാമ റൈസ് നമുക്കൊരു 1/2 മണിക്കൂർ നേരം വെള്ളത്തിലിട്ടിട്ടൊന്ന് കുതിർത്തെടുക്കണം. അപ്പോൾ ഇത് സോക്ക് ചെയ്യാൻ വെക്കുന്നതിന് മുമ്പ് ഇതിലെ വെള്ളം തെളിയുന്നത് വരെ ഒരു 3-4 വെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കുക. അപ്പോൾ ഞാനിത് കഴുകിയെടുക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ വെള്ളം തെളിയുന്നത് വരെ ഒരു 3-4 വെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. ഇനി നമുക്കിത് കുതിർന്ന് കിട്ടാനായിട്ട് ഒരു 1/2 മണിക്കൂർ നേരം ഇവിടെ അടച്ചു വെക്കാം. കടലയും പയറും ആദ്യം ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് ഇത് രണ്ടും ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് രണ്ടും വേവാൻ ആവശ്യമായ വെള്ളം ഈ കുക്കറിലേക്ക് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. ഇപ്പോൾ 2 വിസിലിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ പ്രഷറൊക്കെ നല്ലതുപോലെ പോകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇനി ഒരു കടായി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ചേർത്ത് കൊടുത്താൽ ഇതിലെ ന്യൂട്രിയൻസ് നമ്മുടെ ബോഡിയിലേക്ക് വളരെ വേഗത്തിൽ അബ്സോർബ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നിങ്ങൾക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ അപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ നെയ്യ് വളരെ ഹെൽത്തിയാണ്. ഇതിൽ omega-3 ഫാറ്റി ആസിഡ്സ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുമല്ല നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ ഈ നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. ഈ കടുക് നല്ലതുപോലെ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഇഞ്ചിയുടെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. അതിനുശേഷം ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ സവാള ഒന്ന് സോഫ്റ്റായിട്ട് വഴന്നു വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ സവാള ഒന്ന് സോഫ്റ്റായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് സ്വീറ്റ് കോണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ ആവിയിലൊന്ന് വേവിച്ചെടുത്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളകും 1 ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തതുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ പച്ചക്കറികളുടെ കളറൊന്ന് മാറിപ്പോകാതെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതൊരുപാട് അങ്ങോട്ട് വഴറ്റിയിട്ട് വേവിച്ചെടുക്കണ്ട കേട്ടോ. ഇതൊരു ഹാഫ് കുക്കാക്കിയിട്ട് എടുത്താൽ മാത്രം മതി. നിങ്ങൾക്കിതിലേക്ക് വേണമെങ്കിൽ ബീൻസ് ചേർത്ത് കൊടുക്കാം, ബ്രോക്കോളി ചേർത്ത് കൊടുക്കാം, ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം ചെറുതായിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് ക്യാബേജ് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ക്യാബേജ് ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഈ വെജിറ്റബിൾസൊക്കെ ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കരുത്. നമ്മളെടുത്ത ഈ വെജിറ്റബിൾസിൻ്റെയും ചാമ റൈസിൻ്റെയും അളവ് നോക്കിയിട്ട് വേണം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ. 1 കപ്പ് ചാമ റൈസിന് 2 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് കേട്ടോ എടുക്കേണ്ടത്. നമ്മളിവിടെ 3/4 കപ്പ് ചാമ റൈസാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 3/4 കപ്പ് ചാമ റൈസിന് 1.5 കപ്പ് വെള്ളമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കടലയും പയറും വേവിച്ചെടുത്ത് ആ വെള്ളം കളയുന്നില്ല കേട്ടോ, അതും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ കടലയും പയറും വേവിച്ചെടുത്ത വെള്ളം 1/2 കപ്പ് ഉണ്ട്.
പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു 3/4 കപ്പ് വെള്ളമാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളെടുത്തിരിക്കുന്ന 3/4 കപ്പ് ചാമ റൈസ് വേവാനായിട്ട് 1.5 കപ്പ് വെള്ളവും പിന്നെ ഇതിൽ വെജിറ്റബിൾസ് വേവാനായിട്ട് ഒരു 1/4 കപ്പ് വെള്ളവും, അങ്ങനെ നമ്മൾ ഇതിലേക്ക് മൊത്തത്തിൽ ഒരു 1.25 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ കടായി അടച്ച് വെച്ചിട്ട് ഇതിൽ വെള്ളം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇതിൽ വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്തെടുത്ത ചാമ റൈസ് ചേർത്ത് കൊടുക്കാം. നമ്മളിത് സോക്ക് ചെയ്തെടുത്ത വെള്ളം മുഴുവനായിട്ടും കളഞ്ഞതിന് ശേഷം വേണം കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ വെള്ളത്തിൻ്റെ അളവ് കൂടി പോവുള്ളൂ. ചാമ റൈസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഈ ചാമ റൈസ് ഒട്ടിപ്പിടിക്കാതെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്കൊരു 1/2 ചെറുനാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. നാരങ്ങ നീര് ചേർത്ത് കൊടുത്തതിന് ശേഷവും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ചാമ റൈസ് നമ്മൾ സോക്ക് ചെയ്തെടുത്തതായതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ചെറിയൊരു ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ വെജിറ്റബിൾസൊക്കെ ചേർത്ത സമയത്ത് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് ഒരുപാട് അങ്ങോട്ട് വെന്തിട്ട് ഇതിൻ്റെ കളറൊക്കെ അങ്ങോട്ട് മാറിപ്പോകും. അപ്പോൾ ക്യാപ്സിക്കത്തിന് വേവ് കുറവായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുത്തത്. ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലെ വെള്ളം മുഴുവനായിട്ടും വറ്റി വരണം, അതുവരെ ഇത് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇതിലെ വെള്ളം ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത കടലയും പയറുമില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കടലയും പയറൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം വീണ്ടും അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇതിലെ വെള്ളം മുഴുവനായിട്ട് അങ്ങോട്ട് വറ്റിച്ചെടുക്കുക. ഇപ്പോൾ ഇത് കണ്ടോ, ഇതിലെ വെള്ളം മുഴുവനായിട്ടും വറ്റിയിട്ട് ഈ ചാമ റൈസ് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നേരം അടച്ച് വെക്കുക. 5 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കിയിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. കണ്ടോ, ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഇതൊട്ടും ഒട്ടിപ്പിടിക്കാതെയും കുഴഞ്ഞു പോവാതെയും നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് ഈ ഉപ്പുമാവ് കിട്ടിയിട്ടുണ്ട്. നമ്മളിതിൽ വെള്ളം കറക്റ്റായി വെച്ചാൽ മാത്രമേ നമുക്ക് ഈ ചാമ റൈസ് നല്ലതുപോലെ വെന്തിട്ട് ഇതുപോലെ ഒട്ടിപ്പിടിക്കാതെയും കുഴഞ്ഞു പോവാതെയും കിട്ടുള്ളൂ. അപ്പോൾ ചാമ റൈസ് കൊണ്ട് നല്ല ടേസ്റ്റിയും വളരെ ഹെൽത്തിയുമായിട്ടുള്ള നല്ലൊരു ഉപ്പുമാവാണ് നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഷുഗറും ബിപിയും കൊളസ്ട്രോളും ഒക്കെ കൺട്രോളിലാവാനും അമിതവണ്ണമുള്ളവർക്ക് വെയിറ്റ് കുറയാനും ഒക്കെ കഴിക്കാൻ പറ്റിയ വളരെ ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ ചാമ റൈസ് കൊണ്ട് ഇതുപോലെ ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അതുപോലെ നമ്മുടെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. Thank you.